Hello Examiner family. For structural organization in animals എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മുടെ അനിമൽ ടിഷ്യൂസും അതുപോലെ തന്നെ കോക്രോച്ചിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ +1 നീറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. മാച്ച് ദ ഫോളോയിങ് സെൽ സ്ട്രക്ചർ വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ സെൽ ജംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ സെൽ ജംഗ്ഷൻസ് നമ്മൾ 3 ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ടൈ ജംഗ്ഷൻ, അതുപോലെ തന്നെ അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഓക്കെ, ഇത് പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടൈ ജംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ടൈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രിവെന്റ് ലീക്കേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ടൈ ജംഗ്ഷൻ ആണ്, പ്രിവെന്റ് ലീക്കേജ്. ഇനി അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിമെന്റിങ് സബ്സ്റ്റൻസ് എന്ന് കാണുകയാണെങ്കിൽ, സിമെന്റിങ് സബ്സ്റ്റൻസ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്യാപ്പ് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ ഗ്യാപ്പ് ജംഗ്ഷനിൽ വരുന്നതാണ്. സോ ഈ ഒരു ട്രിക്ക് നോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം നോക്കിക്കാൻ നമ്മുടെ ടൈ ജംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടൈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രിവെന്റ് ലീക്കേജ്. അപ്പോൾ പ്രിവെന്റ് ലീക്കേജ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. സോ എ എന്ന് പറയുന്നത് 3 ആണ്. സോ എ എന്ന് പറയുന്നത് 3 ആയിട്ട് നമുക്ക് കിട്ടി. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? ഈ ഒരു ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഒരൊറ്റ ഓപ്ഷൻ കണ്ടെത്തിയ സമയത്ത് തന്നെ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. നീറ്റ് 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സിമെന്റിങ് സബ്സ്റ്റൻസ് ദേ കിടക്കുന്നു. സോ 1 ആണ് വരുന്നത്. ദെൻ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ കാണുന്നു. സോ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ അടുത്ത സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ത്രൂ കെമിക്കൽസ് ടു അനദർ സെൽസ്. ഒരു സെല്ലിൽ നിന്ന് കെമിക്കൽസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ സെൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 ജംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ടൈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രിവെന്റ് ലീക്കേജ് ആണ്, ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, ആൻഡ് അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സിമെന്റിങ് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? റെഡി? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്മൂത്ത് മസിൽസ് ആണ്. അപ്പോൾ നമ്മുടെ സ്മൂത്ത് മസിൽസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസിൽ 3 ടൈപ്പ് ഓഫ് മസിൽസ് ആണ് നമുക്ക് അറിയുന്നത്. സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ കാർഡിയാക് മസിൽസ് ഉണ്ട്. ഇതിൽ നമ്മുടെ സ്മൂത്ത് മസിൽസ് നോക്കുമ്പോൾ ഇവർ പേര് പോലെ തന്നെ അവരെന്താണ്? വളരെ സ്മൂത്ത് ആണ് അല്ലെ. സ്മൂത്ത് ആണ്, ഒരു ഫ്യൂസിഫോം സ്ട്രക്ചർ ആണ്, നോൺ സ്ട്രയേറ്റഡ് ആണ്, ആൻഡ് ഇൻവോളണ്ടറി ആണ്. ആൻഡ് ദേ ആർ യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ബാക്കിയുള്ള നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് നോക്കുമ്പോഴും കാർഡിയാക് മസിൽസ് നോക്കുന്ന സമയത്തും ഇവർ എന്തായിരിക്കും? സ്ട്രയേറ്റഡ് ആണ്. ആൻഡ് സ്കെലിറ്റൽ മസിൽസ് വോളണ്ടറി ആണെങ്കിൽ നമ്മുടെ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള നമ്മുടെ സ്മൂത്ത് മസിൽസിന്റെ ഫീച്ചേഴ്സ് ആണ്. സോ ഇൻവോളണ്ടറി ആണ്, ഫ്യൂസിഫോം ആണ്, നോൺ സ്ട്രയേറ്റഡ് ആണ്. റൈറ്റ് ആണോ? അപ്പോൾ ദേ ഓപ്ഷൻ 1 വായിച്ച സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ദേ ആർ ഇൻവോളണ്ടറി ആണ്, ഫ്യൂസിഫോം ഷേപ്പിലാണ്, ആൻഡ് നോൺ സ്ട്രയേറ്റഡ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, വോളണ്ടറി ആണോ? അല്ല. നെക്സ്റ്റ് ഇൻവോളണ്ടറി സിലിണ്ടറിക്കൽ ആണോ? സിലിണ്ടറിക്കൽ ആയിട്ടുള്ള നമ്മുടെ സ്കെലിറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും ആണ്. ദെൻ വോളണ്ടറി ആണോ? അല്ല. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ സ്മൂത്ത് മസിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കാം. സ്കെലിറ്റൽ മസിൽസിന്റെ ചോദിക്കാം, അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിന്റെ ചോദിക്കാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം വിത്ത് ബ്രഷ് ബോർഡർ ഓഫ് മൈക്രോവില്ലെ ഈസ് ഫൗണ്ട് ഇൻ. അപ്പോൾ ക്യൂബോയിഡ് എപ്പിത്തീലിയം ആൻഡ് മൈക്രോവില്ലെ അവർക്ക് പ്രസന്റ് ആണ്. അപ്പോൾ മൈക്രോവില്ലെ എന്തിനു വേണ്ടിയിട്ടാണ്? അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. മാക്സിമം സർഫസ് ഏരിയ കൂട്ടി അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് മൈക്രോവില്ലെ എന്ന് പറയുന്നത്. സോ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ നമ്മളൊരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യൂബയിൽ ഒരു മോഷണം പോയി, അപ്പോൾ തപ്പാൻ വേണ്ടിയിട്ട് കുറേ ഡോഗ്സിനെ കൊണ്ടുവന്നു. സോ ക്യൂബ എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. അപ്പോൾ വലിയ മോഷണമായതുകൊണ്ട് തപ്പാൻ എന്ന് പറയുമ്പോൾ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോണിന്റെ ട്യൂബുലാർ പാർട്ട് എന്ന് പറയുമ്പോൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളൊക്കെ എന്താണ്? ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ ആണ്. ദെൻ ഡോഗ്സ് എന്ന് പറയുന്നത് ഡക്റ്റ് ഓഫ് ഗ്ലാൻഡ് ആണ്. ഡക്റ്റ് ഓഫ് ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോഗ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓപ്ഷനുമായിട്ട്, ഈ ഒരു കോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ലൈനിങ് ഓഫ് ഇൻഡസ്റ്റൈൻ അല്ലെ. ലൈനിങ് ഓഫ് ഇൻഡസ്റ്റൈൻ നമ്മുടെ ഓപ്ഷനിലില്ല. ഡക്റ്റ് ഓഫ് സലൈവറി ഗ്ലാൻഡ്
proximal convoluted tubule of nephron, a part of nephron അല്ലേ, tubular part of nephron എന്ന് പറയുന്നത് അവിടെ ലൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ ഒരു കോഡ് പഠിച്ചു വെക്കുക. ക്യൂബയിൽ മോഷണം പോയപ്പോൾ തപ്പാൻ വേണ്ടി ഡോഗ്സിനെ കൊണ്ടുവന്നു. ക്യൂബ ഫോർ ക്യൂബോയിഡൽ ആണ്, തപ്പാൻ എന്ന് പറയുമ്പോൾ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ ആണ്, ആൻഡ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡക്റ്റ് ഓഫ് ഗ്ലാൻസ് ആണ് വരുന്നത്. സെറ്റ്, റെഡി? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓർഗൻസ് ഇൻ ദ എലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച് സ്റ്റാർട്ടിംഗ് ഫ്രം ദ മൗത്ത്. അപ്പോൾ നമ്മുടെ കോക്രോച്ചിന്റെ എലിമെന്ററി കനാൽ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? സ്റ്റാർട്ടിങ് നമുക്കറിയാം ഫാരിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ഈസോഫാഗസ് തന്നെയാണ്, അത് കഴിഞ്ഞ് ഇലിയാണോ? അല്ല, അപ്പോൾ ഇത് തെറ്റാണ്. ദെൻ ഫാരിങ്സ്, ഈസോഫാഗസ് കഴിഞ്ഞു, ക്രോപ്പ് കഴിഞ്ഞു, ഗിസാഡ് കഴിഞ്ഞു, ഇലിയം, കോളോൺ ആൻഡ് റെക്ടം. റൈറ്റ് ആണോ? യെസ്, ഇത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ. സോ ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ് കഴിഞ്ഞിട്ടാണ് ഗിസാഡ് വരുന്നത്, ദെൻ അത് കഴിഞ്ഞ് ഇലിയം കഴിഞ്ഞു, കോളം കഴിഞ്ഞ് ആൻഡ് റെക്ട് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഇലിയം ആൻഡ് കോളം, റെക്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നീറ്റ് 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following feature is used to identify a male cockroach from a female cockroach? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ചിനെ മെയിൻ ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് എന്താണ്? ഇവരുടെ കോഡൽ പാർട്ട് നോക്കുന്ന സമയത്ത്, ഓക്കെ, ഇവരുടെ കോഡൽ പാർട്ട് നോക്കുന്ന സമയത്ത് മെയിൽസിന് മാത്രം, ഇത് മെയിൽ ആണെങ്കിൽ മെയിൽസിന് മാത്രം എന്ത് പ്രസന്റ് ആണ്? കോഡൽ സ്റ്റൈല് പ്രസന്റ് ആണ്. കോഡൽ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഏനൽ സ്റ്റൈൽ. അപ്പൊ ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ മെയിൽ കോക്രോച്ചിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഫീമെയിൽ കോക്രോച്ചിന് കോഡൽ സ്റ്റൈൽ ഇല്ല. അപ്പൊ കോഡൽ സ്റ്റൈൽ മെയിൽസിന് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, കോപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഫീമെയിൽസിൽ ആബ്സെന്റ് ആയിരിക്കും. സോ കോഡൽ സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം അല്ലെ. സോ ദ പ്രസൻസ് ഓഫ് കോഡൽ സ്റ്റൈൽ അല്ലെ. അപ്പൊ കോഡൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിലിന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. മെയിലിന് മാത്രമാണ് കോഡൽ സ്റ്റൈൽസ് ഉണ്ടായിരിക്കുക, ഫീമെയിൽസിന് അത് ആബ്സെന്റ് ആയിരിക്കും. സോ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആനിമൽ ടിഷ്യൂസും അതുപോലെ കോക്രോച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ എല്ലാവരും ഫുൾ സെറ്റ് ആയിട്ട് പഠിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിനറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. സോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു.